നമസ്കാരം പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിക്കുക. ഗറില്ല യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിലാണ് രാജ്യത്തിന്റെ സംഘപരിവാർ തീവ്രവാദികൾ. മുസ്ലിങ്ങൾക്കെതിരെ പള്ളികൾക്കെതിരെ ക്യാമ്പയിൻ തുടങ്ങിയെന്ന് രാകേഷ് ഉത്തരാഖണ്ഡി. വല്ലാത്തൊരു സംഭവമാണ് കേട്ടോ. കാരണം ഇത് നമ്മുടെ ഇന്ത്യ മഹാരാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാർ തീവ്രവാദികൾ നമ്മുടെ രാജ്യത്തിന്റെ സ്വസ്ഥതയും സമാധാനവും നഷ്ടപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയുടെ വിവിധ പ്രദേശങ്ങളിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ നടത്തിക്കൊണ്ട് അതിന്റെ ഭാഗമായിരുന്നു നമ്മൾ ഈ ക്രിസ്മസ് ദിനങ്ങളിൽ കണ്ടത്. എത്രയോ സ്ഥലങ്ങളിൽ ഛത്തീസ്ഗഡ്, UP, ബീഹാർ, അങ്ങനെ പല സംസ്ഥാനങ്ങളിലും പാവം പിടിച്ച ക്രൈസ്തവ സമൂഹത്തിന് സ്വസ്ഥമായിട്ടൊന്നിരുന്ന് അവരുടെ പ്രാർത്ഥന നിർവഹിക്കാൻ പോലും പറ്റാത്ത സാഹചര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അവരെ പള്ളിയിലേക്ക് ഇരച്ചു കയറുന്നു, അവരെ ഭീഷണിപ്പെടുത്തുന്നു, അവരെ മർദ്ദിക്കുന്നു. അങ്ങനെ എത്ര സംഭവങ്ങളാണ് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് അരങ്ങേറുന്നത്. പള്ളികൾ താർപ്പായിട്ട് മൂടുന്നു. അപ്പം സംഘപരിവാറിനെ അങ്ങോട്ട് അഴിച്ചു വിട്ടിരിക്കുകയാണ് ഈ പറയപ്പെടുന്ന ആൾക്കാർ. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി പല സ്ഥലങ്ങളിലും പോയിട്ട് ക്രിസ്മസ് ദിനത്തിൽ അവിടുത്തെ അച്ഛന്മാരോടൊപ്പം പള്ളികളിൽ നിന്നുള്ള വലിയ വീഡിയോയും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടു അല്ലേ. ഒരു ഭാഗത്ത് കേക്ക് കൊടുക്കുമ്പോൾ മറുഭാഗത്ത് ഈ പാവപ്പെട്ട ജനങ്ങളെ തല്ലിക്കൊല്ലുന്നു. ഇത്തരത്തിലുള്ള പ്രവർത്തികളാണ് ഈ സംഘപരിവാർ റോളികൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഗുരുതരമായിട്ടുള്ള ഒരു വീഡിയോ ഇപ്പം സോഷ്യൽ മീഡിയയിലും സമൂഹ മാധ്യമങ്ങളിലും പ്രചരിക്കുന്നുണ്ട്. കാരണം ഈ പറയപ്പെടുന്ന MLA നടത്തുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ ജസ്റ്റ് നമുക്കൊന്ന് കാണാം. കണ്ടിട്ട് ഇതിനൊക്കെ കൃത്യമായ രീതിയിൽ ഒരു സഹോദരന് ഒരു മറുപടി കൊടുക്കുന്നുണ്ട്. കാരണം ചിന്തിച്ച് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടം ഇത്. ഈ രാജ്യത്ത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും, ഇപ്പൊ കർണാടക ഭരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഏതാണ്ട് 300ഓളം വരുന്ന വീടുകളാണ് ബുൾഡോസർ വെച്ച് ഇടിച്ച് നശിപ്പിച്ചിരിക്കുന്നത്. നമ്മൾ UP മാത്രമേ കണ്ടിട്ടുള്ളൂ. കാരണം കോൺഗ്രസ് വന്നു കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കിട്ടും എന്ന് നമ്മൾ ആഗ്രഹിക്കും, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. പക്ഷേ അത്തരത്തിലുള്ള പ്രവണത, അതായത് യോഗി ആദിത്യനാഥ് കാണിച്ചിട്ടുള്ള അതേ തെമ്മാടിത്തരമാണ് കോൺഗ്രസ് ഭരിക്കുന്ന കർണാടകയിൽ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. 3000ഓളം വരുന്ന ആളുകൾ തെരുവിലേക്ക് ഇറങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പൊ കോൺഗ്രസ് വിശദീകരണം ചോദിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള ആ ഒരു മുടത്ത ന്യായമായിട്ട് വരുന്നുണ്ട്. സത്യത്തിൽ ഇവരെല്ലാം ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു, അവർ പ്രവർത്തിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ഈ സംഭവ വികാസങ്ങൾ കാണുമ്പോൾ തോന്നുന്നത്. എന്തായാലും ഇവിടുത്തെ ന്യൂനപക്ഷങ്ങളൊക്കെ ഒന്നിച്ചിരിക്കേണ്ട ഒരു കാലഘട്ടം അനിവാര്യമായ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഈ ന്യൂനപക്ഷങ്ങളിൽപ്പെട്ടിട്ടുള്ള പല ആളുകൾ, ഇപ്പൊ അസറുദ്ദീൻ ഒവൈസിയെ പോലുള്ള മുസ്ലിങ്ങളുടെ അട്ടിപ്പറവകാശം ഏറ്റു നടക്കുന്ന ഒരു വൃത്തികെട്ട നാറിയുണ്ട്. അവൻ സംഘപരിവാറിന്റെ ഏജന്റാണ്, അവൻ B ടീമാണ്. അവനും അവന്റെ കുടുംബമൊക്കെ സുഖസുന്ദരമായിട്ട് ജീവിക്കും. ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടാണെങ്കിൽ അവരൊക്കെ സേഫായിട്ട് പല വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിരിക്കും. ഇവിടെ പാവം പിടിച്ച ആൾക്കാരായിരിക്കും കിടന്ന് അടിമടിക്കുന്നത്. അതേ ഒരു നിലപാട് തന്നെയാണ് ഈ ക്രൈസ്തവ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്നത്. ഈ പീറ്ററിനെ പോലുള്ള വൃത്തികെട്ട, കെന്നഡിയെ പോലുള്ള പൂഞ്ഞാറിന്റെ കുപ്പായങ്ങളൊക്കെ ഇതെല്ലാം ഈ സമുദായത്തെ വിറ്റ് ജീവിക്കുന്നവർ തന്നെയാണ്. ഈ വീഡിയോ നോക്കാം. राजस्थान इधर दिखा। अरे इधर ये हिंदू राष्ट्र है, इधर क्रिश्चियन का चलेगा नहीं। उठा लेट बड़दांडे ଆସିକି ଡିସେମ୍ବର 21 ପରିବନ୍ତ ତାକୁ କଲେକ୍ଟର ପାଖକୁ ନହେଲେ ଲୋକାଲ ଆଇଆଇସି ଦିଅ, ଏମାନେ ଏଠି ବସି ପାରିବେ। ତୁମେ ଆମେ ବଡଦାଣ୍ଡରେ ଜଗନ୍ନାଥ ଦେଶରେ ଆସିକି ଇଏ କଣ ବିକୁଛ? ଜଗନ୍ନାଥ ଦେଶରେ ଆସିକି କଣ ଖ୍ରୀଷ୍ଟିଆନ ବିକିଲଣି ତମେ? କଣ ଇଏ କଥା? କାହା ପାଖରେ ପରମିଶନ ନେଇଛ? ତମ ପାଖରେ କୌଣସି ପରମିଶନ ଲେଟର ଅଛି ଯେ ତମେ ଏଠି ବସିପାରିବ? नहीं आओ, गरीब आदमी जगन्नाथ का बेच, गरीब आदमी जगन्नाथ का बेच, इधर का नहीं चलेगा। मैं यहाँ पर जितने भी लोग कार्यकर्ता है, देखिए कोई बोल कर कार्यकर्ता है, हर एक को अलग अलग होता है। कुछ लोगों को एक्शन पे बिलीव होता है, कुछ लोग बोलते हैं नहीं भाई साहब मैं पेन से काम करता हूँ, कुछ लोग बोलते हैं भाई साहब मैं सोशल मीडिया के माध्यम से काम करता हूँ। होता है ना, यहाँ पर सभी ग्रुप है, एक्शन वाला भी है, पेन वाला भी है, सोशल मीडिया वाला भी है। तो जिसको यानी जो जिहादी जिस भाषा में समझना चाहता है उस भाषा में उसको समझाना बहुत जरूरी है। और मैं कुछ ऐसे भी कार्यकर्ताओं को चाहूंगा, जैसे प्रकाश जी आप ठीक है, अभी तो पूरे सब लोग सुन रही है, मुझे कुछ ऐसे कार्यकर्ताओं के नेम आप दीजिए जो एकदम गुरिल्ला युद्ध की तरह पर युद्ध लड़ना चाहते हैं। जैसे ये हाथ से काम होगा, ये हाथ को पता नहीं चलेगा। ऐसे कुछ सीक्रेट कार्यकर्ता जो सीक्रेटली काम कर सकते हैं, अगर ऐसे भी कार्यकर्ता कुछ है तो हमसे संपर्क करें। समझदार कोई शराकत क्योंकि राजनीति करने का രാജ്യത്ത് മുസ്ലിങ്ങൾക്കെതിരെ ഗറില്ല യുദ്ധം നടത്താനായിട്ടുള്ള ആഹ്വാനമാണ് ഈ വേട്ടാവളിയന്മാരിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ക്രിസ്മസിന് ഈ ക്രൈസ്തവ സമൂഹം ഏറ്റ പീഡനങ്ങൾ, ഇതിനെക്കുറിച്ചിട്ടൊരു അക്ഷരം മിണ്ടാൻ അല്ലെങ്കിൽ ഈ സർക്കാരിനോട് അത് ചെയ്യരുതെന്ന് പറയാൻ ആണത്തുള്ള ഏതെങ്കിലും ഒരു ഇതിനകത്ത് കണ്ടോ? ഒരുത്തനും വന്നിട്ടില്ല. നിങ്ങൾ 5-6 അങ്ങോട്ട് വിട്ടിട്ട് ക്രൈസ്തവരുടെ വോട്ടും മേടിച്ചിട്ട് 2-3 MP അങ്ങോട്ട് പറഞ്ഞയച്ചിട്ടുണ്ടല്ലോ. ആരെങ്കിലും
ഇത് ചെയ്ത് തെറ്റാണ് അല്ലെങ്കിൽ ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു തന്നെ നിങ്ങൾ ഈ മാധ്യമങ്ങളിലോ അല്ലെങ്കിൽ അവരുടെ സോഷ്യൽ മീഡിയയിലോ വന്നിട്ട് ആഹ്വാനം ചെയ്യുന്ന നിങ്ങൾ ആരും കണ്ടു? അപ്പം ഇവരെല്ലാം സ്വന്തം സമുദായത്തെ വിറ്റ് ജീവിക്കുന്ന വെറും നാറികളാണ്. ഈ സഹോദരൻ കൊടുക്കുന്ന മറുപടി ഇത് മാസാണ്, കേട്ടോ. ക്രിസ്മസ് ആഘോഷങ്ങൾക്കിടയിൽ ഉത്തരേന്ത്യയിലെമ്പാടും തീവ്ര ഹിന്ദുത്വവാദികളുടെ വ്യാപക ആക്രമണമാണ് ഉണ്ടാകുന്നത്. ഉത്തർപ്രദേശിൽ ക്രിസ്ത്യൻ ദേവാലയങ്ങൾക്ക് മുൻപിൽ ഹനുമാൻ ചാലിസ ചൊല്ലിയും ഛത്തീസ്ഗഡിൽ ക്രിസ്മസ് അലങ്കാരങ്ങൾ അടിച്ചു തകർത്തും തീവ്ര മതവാദികൾ അഴിഞ്ഞാടി. അസമിലും മധ്യപ്രദേശിലും ക്രിസ്മസ് ആഘോഷത്തിനെതിരെ ഹിന്ദുത്വവാദികൾ വിദ്വേഷ മുദ്രാവാക്യങ്ങൾ മുഴക്കി ആക്രമണം നടത്തി. സംഘപരിവാർ സംഘടനകളുടെ നേതൃത്വത്തിൽ ക്രിസ്മസിനെതിരെ ദേശവ്യാപക പരാക്രമം നടത്തുന്നതിനിടെ ഡൽഹിയിലെ കത്തീഡ്രൽ ചർച്ച് ഓഫ് റിഡംഷൻ സന്ദർശിച്ച് പ്രധാനമന്ത്രി വൈദികന്മാരിൽ ഒന്നോ രണ്ടോ പേര് ബിജെപിയുടെ കാല് നക്കിയും നാടിന്റെയും നാട്ടുകാരുടെയും ഭക്തരുടെയും കാല് വാരിയും ജീവിക്കുന്നവരാണെങ്കിൽ അതിൽ ഭൂരിഭാഗത്തിൽ കൂടുതൽ ആളുകളും നമ്മുടെ നാടിന്റെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ബിജെപി മത തീവ്രവാദികൾക്കെതിരെ കർശനമായ അഭിപ്രായങ്ങൾ പറയുന്നവരാണ്. അതിലെ ഭൂരിഭാഗം ആളുകളും തന്നെ സമാധാനപ്രിയരാണ്. ബിജെപിക്കാരുടെ ദണ്ഡപ്രഹരം ഏറ്റാൽ പോലും ആ സമാധാനം അവർ കീപ്പ് ചെയ്യും. പക്ഷെ നമുക്ക് ചരിത്രം എടുത്ത് നോക്കിയാൽ അറിയാം, അതിലും സമാധാനപ്രിയരായിരുന്നു ബുദ്ധരും ജൈനരും എല്ലാം. പക്ഷെ ഇന്ന് ആ സമൂഹം ഇന്ത്യയിൽ നിന്നും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നു. ഇനി അതേ ചരിത്രം എടുത്ത് നമുക്ക് പഠിച്ചു നോക്കിയാൽ അറിയാം, യഥാർത്ഥ ഹിന്ദു എന്ന് പറയുന്ന ഒരു ആശയം പൂർണ്ണമാകുന്നത് ആര്യന്മാരുടെ വരവോടെയാണ്. ആര്യന്മാരുടെ ഈ വരവോടെ ജാതിപരമായും വംശീയപരമായും ജനങ്ങളെ ഇവർ വല്ലാതെ ഭിന്നിപ്പിച്ചു കളഞ്ഞു. അതിൽ സമാധാനപ്രിയരായിട്ടുള്ള വംശങ്ങളെല്ലാം ഇവര് നാട് കടത്തുകയോ ഇവരെ കാൽച്ചോട്ടി കൊണ്ടുവരുകയോ അടിച്ചമർത്തുകയോ ചെയ്തു. അതിൽ തന്നെ 100 കൂട്ടം ജാതികളെയും ദൈവങ്ങളെയും വംശങ്ങളെയും നിയമങ്ങളെയും ഉണ്ടാക്കി അവരെ തമ്മിലടിപ്പിച്ചു. മെയിനായിട്ട് ബുദ്ധമതത്തെയും ജൈനമതത്തെയും ഇല്ലാതാക്കി. കാരണം ഇവരിവിടെ ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരുടെ സകല മേൽക്കോയ്മകളും നഷ്ടപ്പെടും. ആ കാലത്തെ ആശയങ്ങളെയും നിയമങ്ങളെയും മുൻനിർത്തി ഇവർ എഴുതി വെച്ചിരിക്കുന്ന ഭരണഘടനയാണ് മനുസ്മൃതി. ഈ മനുസ്മൃതി കൊണ്ട് ഇവർക്കിനി ഇവിടെ ഇല്ലാതാക്കേണ്ടത് ക്രിസ്ത്യനെയും മുസ്ലിംസിനെയും ദളിതരെയും ഈ പറയുന്ന ആദിവാസികളെയാണ്. ഇന്നലെ ഒരൊറ്റ ദിവസം കൊണ്ട് ക്രിസ്മസ് ദിനത്തിൽ ഇന്ത്യ ഒട്ടാകെ നടന്നത് 80 മുതൽ 90 വരെയുള്ള വയലേഷനാണ്. ബിജെപിയുടെ ബജറംഗ് ദളും RSSും കൂടിച്ചേർന്നുണ്ടാക്കിയ 80ലധികം ക്രിസ്ത്യൻ വേട്ടകൾ ഇന്നലെ ഇവിടെ നടന്നു. ആ പട്ടികയിൽ കമ്മ്യൂണിസ്റ്റുകാർ ഭൂരിപക്ഷം ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഇല്ലാതിരുന്ന കേരളം ഇന്ന് ആ പട്ടികയിൽ ഇടം നേടിയിരിക്കുന്നു. ആ പട്ടികയിൽ മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ആസാം, ഉത്തർപ്രദേശ്, ഒഡീഷ, ഡൽഹി, ആസാം, ഉത്തരാഖണ്ഡ്, ഈ പട്ടികയിലേക്ക് പുതിയതായി ഒരു സംസ്ഥാനം കൂടി ഉൾപ്പെട്ടിരിക്കുന്നു, കേരളം. ഇതെല്ലാ ഹിന്ദുവിന്റെയും മുസ്ലിമിന്റെയും ക്രിസ്ത്യന്റെയും BJPയുടെ RSSന്റെയും കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെ SDPയുടെയും കമ്മ്യൂണിസ്റ്റുകാരെയും വിജയമാണ്. വേണ്ടി വന്ന BJP മത തീവ്രവാദികൾക്ക് കേരളത്തിൽ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യനെയും തമ്മിലടിപ്പിച്ച് വർഗീയ കലാപങ്ങൾ ഉണ്ടാക്കി ആളുകളെ തല്ലിക്കൊല്ലിക്കാൻ കഴിയും എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. അതുകൊണ്ട് കേരളത്തിലുള്ള ഒരു കുഞ്ഞു പോലും BJP, RSS, മുസ്ലിം ലീഗ്, SDPI, കാസ എന്ന് പറയുന്ന മത തീവ്രവാദ സംഘടനകളെ പോലും സപ്പോർട്ട് ചെയ്യും. ഈ വെളിവില്ലാത്ത കോവർ കഴുതകൾക്കുണ്ടായ പിശാചികൾ ഈ നാട് മുടിപ്പിക്കും, നമ്മുടെ ഭാവി നശിപ്പിക്കും. സൂപ്പറായിട്ടോ. ഈ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഇന്ന് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ നിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ പല സ്ഥലങ്ങളിലും അവിശുദ്ധ കൂട്ടുകെട്ടുകളുണ്ട്. മുസ്ലിം ലീഗ് BJP, അതുപോലെ കോൺഗ്രസ് BJP, കമ്മ്യൂണിസ്റ്റ് BJP എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ എതിർക്കുന്ന ഈ ആളുകൾ തന്നെ രഹസ്യമായിട്ട് പല സ്ഥലങ്ങളിലും ഈ പറയപ്പെടുന്ന പോലുള്ള കക്ഷി ഭരണം നടത്തുന്ന പല സ്ഥലങ്ങളും. ഇപ്പൊ കോൺഗ്രസിന്റെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചിട്ടുള്ള 8ഓളം വരുന്ന മെമ്പർമാരാണ് അവിടുത്തെ BJPക്ക് സപ്പോർട്ട് ചെയ്തത്. തെണ്ടിത്തരമല്ലേ, തെമ്മാടിത്തരമല്ലേ ഇവനെ കാണിച്ചത്. ഒരു പാർട്ടിയിൽ നിന്ന് ജയിച്ചിട്ട് കൂറുമാറുന്നവനൊക്കെ പട്ടിയെ തല്ലുന്ന പോലെ ഇവിടുത്തെ ജനങ്ങൾ തല്ലണം. കാരണം ആ ചിഹ്നത്തിൽ നിന്ന് മത്സരം BJP ആയിക്കോട്ടെ, കോൺഗ്രസ് ആയിക്കോട്ടെ, കമ്മ്യൂണിസ്റ്റ് ആയിക്കോട്ടെ, മറ്റേത് പാർട്ടി ആയിക്കോട്ടെ, ഏതിൽ നിന്നാണോ അവർ ജയിക്കുന്നത് ആ ജയിപ്പിച്ചു വിട്ട ജനങ്ങളുണ്ടല്ലോ, ഇവരൊന്ന് 7 ഇല തടിപ്പിക്കുന്നത് മാത്രമല്ല ഇതൊക്കെ അസാധുവാക്കി വിടണം. കാരണം ഇതൊക്കെ വിശ്വാസ വഞ്ചനയാണ് കാണിച്ചത്. അപ്പൊ ഇതുപോലുള്ള വൃത്തികെട്ട നാറുകൾ വരുമ്പോഴാണ് ഇവിടെ വർഗീയത എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാകുകയും ഈ മത തീവ്രവാദികളായിട്ടുള്ള ഈ വൃത്തികെട്ട നാറുകൾക്ക് ഇതിനുള്ള കംപ്ലീറ്റ് അവസരങ്ങൾ ഉണ്ടായി കൊടുക്കുന്നത്. എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സഹോദരൻ പറഞ്ഞിട്ടുള്ള കാര്യത്തോട് 100% യോജിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എന്തായാലും ഗറില്ല യുദ്ധം നടത്താൻ വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ സംഘപരിവാർ പ്രതിരോധിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ന്യൂനപക്ഷ സമുദായങ്ങളായിട്ടുള്ള എല്ലാവരും, മതനിരപേക്ഷത കാത്തു സൂക്ഷിക്കുന്ന എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നുകൊണ്ട് ഈ രാജ്യത്തിന്റെ ക്യാൻസർ ആയിട്ടുള്ള ഇവന്മാരെ തുടച്ചു നീക്കിയില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ ഇന്ത്യ രാജ്യം അനുഭവിക്കാൻ പോകുന്നത് മഹാദുരന്തമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. എന്തായാലും ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ എല്ലാവർക്കും